ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി അഴക്കത്തുനിന്ന് തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേദന ഡ്രസ്സ് മാത്രം ഇവിടെ മാറ്റിയിടുന്നുണ്ട്. ഈ സമയത്താണ് ഒരു കാറ് വന്ന് ഓണടിക്കുന്നത് കേൾക്കുന്നുണ്ട്. നന്ദിനി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിനായകേട്ടൻ്റെ വീട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് വിനായകൻ്റെ വീടെന്ന് പറയട്ടോ. ഞാൻ വിനായകൻ്റെ ഭാര്യ, എന്താ കാര്യം, വിനായകേട്ടനൊന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണേ. ശരി എന്ന് പറഞ്ഞിട്ട് വിനായകേട്ടാന്ന് വിളിക്കുകയാണ് കേട്ടോ നന്ദിനി. അപ്പോഴേക്കും വിനായകൻ വരും കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, ഷെയ്ക്കൻ്റെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ രമ്യ, ഞാൻ വിളിക്കാറില്ലേ വാടക വീടിൻ്റെ കാര്യം ചോദിച്ചിട്ട്. അപ്പോൾ ഷെയ്ക്കൻ്റെ വിനായക കൊടുക്കില്ല കേട്ടോ. തൊഴിലേ ഉള്ളൂ നന്ദിനെ പേടിച്ചിട്ട്. അതേ കാണുന്നതാണ് വീട്, കുട്ടി അങ്ങോട്ട് പോയിക്കോളൂ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുകയാണേ. അപ്പോൾ ആരാ വിനയേട്ടാ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പുതിയ വീട്ടിൽ താമസക്കാരായിട്ട് വന്നതാ, ഞാൻ എന്തായാലും അവിടേക്ക് ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ആരാ നന്ദിനി അതെന്ന് ചോദിച്ചിട്ട് കമലാമ്മ വരികയാണേ. അതാ വീട്ടിൽ താമസിക്കാൻ വന്നത് വാടകക്കാരിയാണ്. എന്തോ അവളെ കണ്ടിട്ട് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കമലാമ്മ പറയും, ഒരാളെ കാണുമ്പോഴത്തേന് എങ്ങനെയാണ് നന്ദിനി നീ അവരെ സ്വഭാവം മനസ്സിലാക്കിയെടുക്കുക, അതൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്ന് പറയുകയാണേ. വിനയേട്ടനെ ഷൈക്കൻ്റെ കൊടുക്കാൻ നോക്കിയുള്ളൂ, പക്ഷേ വിനയേട്ടൻ തോന്നിയേ ഉള്ളൂ. അപ്പോൾ വേദം പറയും, അത് ചിലപ്പോൾ നന്ദിനി അടുത്ത് പേടിച്ചിട്ടാവും എന്നൊക്കെ പറയും. അല്ലല്ല എന്നൊക്കെ പറയും. അപ്പോഴേക്കും വേഗം തന്നെ വിക്രം വരികയാണ് കേട്ടോ. വിക്രം വേഗം വണ്ടിയിൽ കയറി പോകാൻ പോകുമ്പോഴേക്കും കമല പറഞ്ഞു, നീ എവിടേക്കാണ് പോകുന്നത്, ഞാൻ ആദ്യമായിട്ടൊന്നല്ലല്ലോ അമ്മ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഫോൺ വരികയാണ്. ഫോൺ വരുമ്പോൾ ഇയാളെന്താ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഫോൺ എടുക്കണം. എടാ വിക്രം, നീ വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ, എന്നാൽ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിനായകനെ ഓടി വരികയാണ്. എടാ വിക്രം, നീ ഒരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുക. എന്താ? ആ പുതിയ വീട്ടിൽ വന്ന കുട്ടിക്ക് സാധനങ്ങൾ ഇറക്കിക്കാൻ ഒരാളില്ല, നീ ഒന്ന് ചെല്ലോ. പിന്നെ എനിക്കൊന്നും വയ്യാന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാൻ പറയും, ചെല്ലടാ, ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു ഉപകാരമായി കണക്കാക്കിയാൽ മതി, ഇയാൾക്ക് അങ്ങ് ചെയ്തൂടെ, എനിക്കതിനുള്ള ആരോഗ്യമില്ലടാ എന്ന് പറയും കേട്ടോ വിനായകൻ വിക്രത്തിനോട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരകത്തേക്ക് പോകുമ്പോൾ വിനായകനോട് നന്ദൻ ചോദിക്കുക, അല്ല ആ കുട്ടി നിങ്ങൾക്ക് ഷൈക്കൻ്റെ തരാൻ പോയപ്പോഴേ നിങ്ങളും കൈ നീട്ടിയാലോ? ഇല്ലല്ലോ. നിങ്ങൾ കൈ നീട്ടി, എന്നെ കണ്ടപ്പോൾ പേടിച്ചപ്പോൾ കൈ എടുത്തതല്ലേ? അയ്യേ, നീ എന്തേ പറയുന്നത്? ഇനി വല്ല സെറ്റപ്പ് എങ്ങാനാണെങ്കിൽ ഒന്ന് പോടി എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ നന്ദിനി പറയും, ഇത്രയും നല്ല കുട്ടിയൊന്നും ഇങ്ങനെ പ്രേമിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്നത് വിക്രം വീട്ടിലെ ഫർണിച്ചറൊക്കെ എടുത്ത് അകത്ത് വെച്ച് കൊടുക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഹലോ എന്ന് വിളിക്കുകയാണ് കേട്ടോ. ഞാൻ പോവാണെന്ന് പറയും. ഞാനൊരു മെസ്സേജ് അയക്കുന്ന തിരക്കിലാണ്, അതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിക്കാൻ ഞാൻ പറയട്ടോ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയട്ടോ. എന്നിട്ട് വിക്രം പോകാൻ ഒരുങ്ങുമ്പോൾ അതേ കൂലി വേണ്ടേന്ന് ചോദിക്കട്ടോ. കൂലിയോ? അല്ല, ഇവിടെ വന്ന വിനായകേട്ടൻ പറഞ്ഞത് കൂലിക്ക് ഒരാളെ വിടാമെന്നാണ്. ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? എങ്കിൽ അയാളോട് തന്നെ ചോദിച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജോസഫും മനിയൻകുട്ടി കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ രാധ അവിടേക്ക് വരുന്നത്. എന്നിട്ട് രാധ പറയും, അതെ വിക്രമേട്ടാ, നിങ്ങൾ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ എന്താ എന്നോട് പറഞ്ഞിട്ട് പോകുന്നത് എന്ന് ചോദിക്കട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞത് എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ എന്ന് ചോദിക്കും. അപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ എന്താ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരരുതെന്നും നിനക്ക് അങ്ങനെ എന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്നും എൻ്റെ ജീവിതത്തിൽ എന്നും വേദന തന്നെയായിരിക്കുമെന്നും ഉള്ള കാര്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്താ നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നത്, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു പറയട്ടോ. അന്നേരം രാധ പറയണതേ, നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു തോന്നണ്ട, നിങ്ങൾക്ക് അങ്ങനെ വേദന മാത്രമേ ജീവിതത്തിൽ ഉള്ളുന്നുണ്ടെങ്കിലേ നിങ്ങളെ വേദനയും മര്യാദയ്ക്ക് ജീവിക്കാനേ ഞാൻ അനുവദിക്കൂല, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയട്ടോ. അന്നേരം വിക്രം പറയും, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തലവും പൊട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ രാധയാണെന്നുണ്ടെങ്കിൽ കരയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ട് എന്നെ ഓട്ടോയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് പോകും. വിക്രമാണെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ രാധ കരയുന്നത്. എന്നിട്ട് രാധ പോകും. അപ്പോൾ ജോസഫും അനിയൻകുട്ടി ഇങ്ങനെ വിക്രത്തിനെ കളിയാക്കാണ് കേട്ടോ. ഓരോരോ കാര്യങ്ങൾ തീരുമ്പോൾ ഓരോന്ന് വരികയാണല്ലോ. അതിനുശേഷം നമ്മുടെ അനിയൻകുട്ടി പറയാണ്, അതെ ഈ പെണ്ണുങ്ങളുടെ ശാപം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, പെണ്ണുങ്ങളുടെ ശാപം ഇപ്പോൾ നീ വേദന താലി കെട്ടില്ല അമ്പലത്തിൽ വെച്ചിട്ട്, അതൊരു ശാപം. പിന്നെ പെറ്റി വീണ് അന്നോടെ ഈ രാധ നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയതാണ്, എന്നിട്ട് രാധനെ നീ ഉപേക്ഷിച്ചില്ലേ, അപ്പോൾ അത് വേറൊരു ശാപം. ഈ സ്ത്രീ ശാപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ചെറുതൊന്നുമല്ല, അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും, നീ നോക്കിക്കോ, നിനക്കതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ വിക്രത്തിന് ചെറിയൊരു പേടി തോന്നുകയാണ് കേട്ടോ. വിക്രം ഇങ്ങനെ അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രം ശ്രീനിവാസ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസ സാർ പറയാണ്, അല്ല നിനക്കും ഈ വക കാര്യങ്ങളിൽ വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയോ, ഈ സ്ത്രീശാപം എന്നുള്ള കാര്യങ്ങളൊക്കെ? അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും
വേദ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഒരു സമാധാനം കിട്ടിയിട്ടില്ല. അതിന് മറുപടി പറയാൻ പറ്റിയ ആൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കാണിച്ചു കൊടുക്കണം. സുധാമേമോ എപ്പോൾ വന്നു? അതെ മേമെന്നൊന്നും വിളിക്കേണ്ട, അതെ എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി. ശരി, ചേച്ചി എപ്പോൾ വന്നു? ഞാൻ ഇന്നലെ വന്നു. മക്കളൊന്നും വന്നില്ലേ? ഇല്ല, രണ്ടാളും രണ്ട് സ്ഥലത്തല്ലേ. അച്ഛൻ വലിയ ചാണക്യനാണ്, പാർട്ടിയിൽ നിന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ തല്ലും വെട്ടും കുത്തൊക്കെ അല്ലേ, അതുകൊണ്ട് അവരിങ്ങോട്ട് വരണ്ടാന്ന് ഞാനാ പറഞ്ഞതെന്ന് പറയട്ടോ. അതിനുശേഷം ശ്രീനിവാസൻ സാറ് പറയാതെ ഈ വിക്രത്തിന് ഒരു കാര്യം പറയാൻ, ഇവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ഒരു സ്ത്രീശാപം ഉണ്ടെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവൻ പറയുന്നത്. സ്ത്രീശാപം ഒന്ന് ചോദിക്കാൻ കേട്ടോ സുധ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാരായണസ്വാമിനെ തന്നെ പോയി കാണണം എന്ന് പറയട്ടോ. അപ്പോൾ നാരായണസ്വാമി ഒന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീനിവാസ സാറ് പറയുന്നത് അതെ, നെയ്യാറ്റിൻകര നാരായണസ്വാമി. അയാൾ പറഞ്ഞാൽ അച്ചട്ടാണെന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ സുധ ഇവള് പറയുന്നതെന്നല്ല കേട്ടോ, ശ്രീനി സാറിനും ഇതിൽ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ പുറമേ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയും. എന്തായാലും നിങ്ങൾ സംസാരിക്കും, എനിക്ക് 2 ഫോൺ കോൾ നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രീനി സാർ പോകും കേട്ടോ. എന്നിട്ട് അതെ, അദ്ദേഹം പറഞ്ഞത് നീ കാര്യമാക്കണ്ട കേട്ടോ, അദ്ദേഹത്തിന് ഇതിലൊക്കെ വിശ്വാസമാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം രഹസ്യമായിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് എന്നോട് പറയാറുണ്ട് എന്ന് പറയും. അല്ല, എനിക്കിങ്ങനെ ദുർമന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല എന്ന് വിക്രം പറയും. പക്ഷെ പോസിറ്റിവിറ്റിയിലും നെഗറ്റിവിറ്റിയിലും വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സുധ. അതുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളെ പോയി കാണണം. ഞാൻ പോരാ നിൻ്റെ കൂടെ, നിനക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത് പറഞ്ഞ് അയാൾ പരിഹാരം മാർഗം നിർദ്ദേശിക്കും, അതനുസരിച്ച് ചെയ്താൽ മതി. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുമെന്ന് മാത്രമല്ലല്ലോ ഒരു ജീവിതം, അതിൽ കെട്ടുറപ്പും ദൈവവിശ്വാസവും ഒക്കെ വേണ്ടേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണേ. പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മ പോകാനിട്ട് അപ്പോൾ അമ്മ ഈ നേരത്ത് പോവുകയാണ്. അതേ സമയം 3 മണിയായി. അപ്പോൾ കാറ് വിളിക്കാം, അദ്ദേഹം വന്നിട്ട് കാറ് വിളിക്കും എന്നൊക്കെ പറയുന്നുണ്ടേ കമല. അതൊന്നും വേണ്ട, എനിക്ക് ഈ ലൈൻ ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ പുറമെയുള്ള കാഴ്ചകളും ആൾക്കാരും കാണാം, തമിഴ് പാട്ടും കേൾക്കാം, വീഡിയോ എടുക്കാം. അപ്പോൾ പിന്നെ എനിക്ക് സുഖമായിട്ട് പോക്കൂടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും നന്ദിനി വരികയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കവല വരെ ഞാനും വരാം. അത് ശരിയാണ്. അയ്യോ അച്ഛമ്മ ഇനി എന്നാ വരാം? എന്താ നിനക്ക് ഇവിടുന്ന് മാറി നിൽക്കാനാണോ എന്ന് നന്ദിനിയോട് ചോദിക്കുകയാണേ. അച്ഛമ്മ അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, ഇങ്ങനെ വേദനിപ്പിക്കുന്ന തമാശ പറയുന്നത് എന്നോട് മാത്രമേ ഉള്ളൂ അച്ഛമ്മ എന്ന് പറയട്ടോ. അന്ന് ഇനി വേദനയോടും പറയാം. പെട്ടെന്നാണ് കേട്ടോ ആരോ വന്ന് വിളിക്കുന്നത് കേൾക്കുന്നത്. അപ്പം എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രമ്യയാണ് വന്ന് വിളിക്കുന്നത്. രമ്യ എന്നാണ് കേട്ടോ കുട്ടിയുടെ പേര്. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പേര് രമ്യ, ഞാൻ തൊട്ട അയൽവക്കത്തുള്ള താമസിക്കാൻ വന്നതാ, അയൽവക്കക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്, പക്ഷെ അധികം ആരും ഇല്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെടാൻ കേട്ടോ. അപ്പോൾ മോളെ ജോലി ചെയ്യുന്നുണ്ട് ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുക. അപ്പോൾ നന്ദിനി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്, വേദന മാത്രം ഒഴിവാക്കും. അപ്പോൾ അച്ഛമ്മ പറയും ഇത് വേദയാണ്, ഇവിടുത്തെ ഇളയ മകൻ വിക്രമിൻ്റെ ഭാര്യയാണ്. വിക്രമിനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് അതിന് സ്വീറ്റ്സ് കൊടുക്കാണ് കേട്ടോ കമലാമ്മയുടെ കയ്യിൽ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കധികം സമയമൊന്നുമില്ല, എന്തായാലും പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കൊച്ച്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് കുട്ടിയുടെ സാമൂതിരിക ശരിയല്ലല്ലോ. അപ്പോൾ കമലാമ്മ പറയും എന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്തോ എനിക്കങ്ങനെ തോന്നി, കണ്ടിട്ടൊരു പാവം പോലെ തോന്നുന്നുണ്ടെന്ന് പറയട്ടോ. അങ്ങനെ അച്ഛമ്മയും വേദയും കൂടെ പോവുകയാണേ. അപ്പോൾ നന്ദിനി ഇങ്ങനെ ആലോചിക്കും എന്താണ് ഈ സാമൂദ്രികം, ഇനി കുട്ടിയുടെ അച്ഛൻ കടലിലെങ്ങാനും പോകുന്ന ആളാണോ, ഈ തള്ളയ്ക്ക് എന്തേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുധയും അതുപോലെ തന്നെ വിക്രമും കൂടിയിട്ട് നെയ്യാറ്റിൻകര നാരായണസ്വാമിനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ആളെന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വിക്രത്തിനോട് ചോദിക്കുന്നത് വിക്രം എന്നല്ലേ പേര്, സ്ത്രീകളാണല്ലേ വിക്രത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അതേന്നുള്ള രീതിയിൽ തലയാട്ടി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.